എടാ നെയ്മർ ഒരു ബെറ്റർ ഫുട്ബോളർ അല്ല, അല്ലെങ്കിൽ നെയ്മർ ഈ ഒരു പ്ലെയറിനെ നോക്കുമ്പോൾ നെയ്മർ ബെറ്റർ അല്ല എന്ന് പറഞ്ഞ നമ്മുടെ വെയിൻ റൂണിയുടെയും അതുപോലെ തന്നെ ട്രെന്റ് അലക്സാണ്ടർ ആർണോൾഡിന്റെയും കോട്ടുകൾ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ആ ഒരു ഗണത്തിൽ വരുന്ന മറ്റൊരു കോട്ടാണ് നമ്മുടെ ഇംഗ്ലീഷ് ഫുട്ബോളർ ആണോ എനിക്കറിയില്ല, ഗാരി നെവിൽ. ഓക്കെ, പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് മുഹമ്മദ് സലാ ഈസ് ബെറ്റർ ദാൻ നെയ്മർ. ഫുട്ബോൾ ഈസ് നോട്ട് ഓൺലി അബൌട്ട് സ്കിൽ, ഇസ് അബൌട്ട് ഔട്ട്പുട്ട് ടു. അതായത് ഫുട്ബോൾ വെറും ഒരു സ്കില്ല് കൊണ്ട് മാത്രമല്ല സംഭവമല്ല, ആ ഒരു ഗെയിമിൽ എന്താണ് അയാൾ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, ഒരു ഔട്ട്പുട്ട് എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള സംഭവമാണ് എന്നാണ് ഗാരി നെവിൽ പറയുന്നത്. അപ്പോൾ നമ്മള് ആൾറെഡി നമ്മുടെ ചാനലിൽ സല വേഴ്സസ് നെയ്മർ കമ്പാരിസൺ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അവിടെ ചാനലിൽ കയറിയ നമ്മൾ ഇന്നലെ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വെയിൻ റൂണി വേഴ്സസ് നെയ്മർ നമ്മൾ കമ്പാരിസൺ ചെയ്തിട്ടുണ്ട്, ഇന്നലെയാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും അത്രത്തോളം ഇമ്പാക്റ്റ് ആണ് നെയ്മറും വെയിൻ റൂണിയും തമ്മിലുള്ള ഡിഫറൻസ്, നെയ്മറും സലാം തമ്മിലുള്ള ഡിഫറൻസ്. എന്നിട്ട് ഇവന്മാർ ഇതെന്താണ് പറയണത് എനിക്ക് മനസ്സിലാവണില്ല. അവര് വെറും ഇത് ഇംഗ്ലീഷ് ഫുട്ബോൾ മാത്രം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന സംഭവമാണോ എന്ന് അറിയാത്തത്. അതായത് നെയ്മറിന്റെ കളി കാണുന്ന ഓരോ ആളുകൾക്കും നെയ്മറിന്റെ കളി അറിയാം. ഇനിയിപ്പോ നെയ്മറിന്റെ കളി നിങ്ങൾ കാണുന്നില്ല, നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഏതാണോ അതിനെതിരെ നെയ്മർ എടുത്ത പെർഫോമൻസ് നോക്കിയാൽ മതി. ഇപ്പൊ ഇവരൊക്കെ ഇംഗ്ലീഷ് ഫുട്ബോൾ ആണല്ലോ. നമുക്ക് ലാസ്റ്റ് നെയ്മർ ഇപ്പോ യുണൈറ്റഡ് എതിരെ കളിച്ചൊരു കളി നിങ്ങൾ എടുത്ത് നോക്കിയെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ 2021-22 സീസണാണ്, അല്ല 2020-21 സീസണിൽ നെയ്മർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ ഒരു ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ കളിച്ചിരുന്നു. ആദ്യ മാസത്തിൽ 2-1 PSG കളിക്കുന്ന സമയമാണല്ലോ, 2-1 നെയ്മർ പൊട്ടി, അല്ല PSG പൊട്ടി. രണ്ടാം പാദത്തിൽ യുണൈറ്റഡിന്റെ ഗ്രൗണ്ട് വന്നിട്ട് നെയ്മർ 3-1 പെർഫോമൻസ് നടത്തുന്നുണ്ട്, 2 ഗോളൊക്കെ അടിച്ചിട്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ലിവർപൂളിന്റെ കാര്യമാണെങ്കിൽ ലിവർപൂളിന് ചെങ്ങായി കുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ലിവർപൂളിന്റെ ഗ്രൗണ്ട് പോയിട്ട് 3-2 പൊട്ടി, PSG ഗ്രൗണ്ട് പാർക്ക് ഡി പ്രിൻസസിൽ വെച്ചിട്ട് 2-1 പൊട്ടിച്ച്. നെയ്മർ ആരും ഐക്കോണിക് ആയിട്ടുള്ള നെയ്മറും എംബാപ്പെ ആരും മണിന്റെ സെലിബ്രേഷൻ, അതുപോലെ തന്നെ ഒരു എംബാപ്പന്റെ മുതുകിലേക്ക് നെയ്മർ ചാറി കയറുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, അടിപൊളി സംഭവങ്ങൾ ഇല്ല ഒരു കളിയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോ നെയ്മർ ആഴ്സണലിനെതിരെ കളിച്ച് നോക്കിയാലും നെയ്മർ ഇപ്പൊ നമ്മള് പ്രീമിയർ ലീഗിലെ ബിഗ് ടീമുകളോടൊക്കെ കളിച്ചാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നെയ്മറിന്റെ ഇമ്പാക്ട് എത്രത്തോളം ഒരു ഗെയിമിൽ ഉണ്ടാവണം എന്നുള്ളത്. നെയ്മറിന്റെ തന്നെ ജോഗോ ബോണിറ്റും ഉണ്ട്, അതിന്റെ ഇപ്പൊ ഇമ്പാക്റ്റും ഉണ്ട്. ഇനി ഇയാൾ പറഞ്ഞ സലാന്റെ കാര്യമാണല്ലോ, സലാന്റെ കാര്യം ഒരു ചുരുക്കി പറഞ്ഞിട്ട് ഏതായാലും വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെയ്മർ ഇപ്പോ നിലവിൽ ഏകദേശം 752 മത്സരങ്ങൾ നിങ്ങൾ കളിച്ചിട്ടുണ്ട്. ഇതിൽ 453 ഗോളുകളും 290 അസിസ്റ്റുകളും കരിയർ ഉടനീളം നെയ്മർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സലാഹ് 800 മത്സരങ്ങളിൽ നിന്ന് 397 ഗോളുകളും 205 അസിസ്റ്റുകളും, അതായത് കൂടുതൽ കളി കളിച്ചിട്ടില്ല സലാഹാണ്, പക്ഷെ കൂടുതൽ അസിസ്റ്റുകളും കൂടുതൽ ഗോളുകളും അടിച്ചിട്ടുള്ള നെയ്മറാണ്. അപ്പോൾ നിങ്ങൾ പറയും ആരാണ് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്? ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും അരോചകമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏതായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിൽ അറിയിക്കുക. അതുപോലെ ഞാൻ ഫുട്ബോൾ കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.